വേഷം ഇപ്പൊ മോക്ക് ചേരുന്നുണ്ട് കേട്ടാ. മോള് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പള്ളി പറഞ്ഞൊന്നും കേട്ടില്ല. നമ്മുടെ ആത്മാവിനെയാണ് പുതുവസ്ത്രങ്ങൾ അണിയിക്കേണ്ടത്. ആണോ? ഞാൻ അച്ഛൻ പറഞ്ഞതൊന്നും കേട്ടില്ല. എന്റെ മുമ്പിൽ നിന്ന് ആ പ്രീതി ഇട്ടിരുന്ന ചുരിദാർ അമ്മച്ചി കണ്ടായിരുന്നോ? അതിന്റെ സ്റ്റൈൽ ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ഓ, ഈ കണ്ണാടി ഒട്ടും ശരിയല്ല. കൊഴപ്പേ കണ്ണാടിക്കല്ല. നമ്മുടെ ജാക്കി ഭയങ്കര കുരയാണല്ലോ. വല്ല പിച്ചക്കാരെയോ പിരിവുകാരെയോ ഒക്കെ കണ്ടിട്ടാവും. അല്ലമ്മച്ചി, നമ്മുടെ വല്യപ്പച്ചനാ. കൂടെ ആ മൈക്കിൾ ജയൻ ജാക്സനും ഉണ്ട്. വരുന്ന വഴി ഇവനെയും കിട്ടി. നമ്മുടെ പ്രാഞ്ചിയെ കാണാൻ വന്നതാ. എന്തുണ്ടായി വിശേഷം? ഈ കൂളിംഗ് ഗ്ലാസ് കൊള്ളാമല്ലോ. നീ എന്താടാ ചേക്ക ഒരുമാതിരി കോച്ചുവാദം പിടിച്ച പോലെ വരാന്നൊരു സ്വരവും. ഇവനുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാ, വല്ല സുഭാഷ് ചന്ദ്രബോസ് എന്നോ വല്ലഭായ് പട്ടേലെന്നോ മറ്റോ പേരിടാം. അപ്പൊ അവന്റെ അപ്പന് മൈക്കിൾ ജാക്സനോടും അമ്മയ്ക്ക് ജയനോടും വലിയ ആരാധന. എന്നിട്ട് ഇപ്പൊ എന്താ, അവനിപ്പോ ജയനും ജാക്സനും കൂടെ കൂടിയ ഒരുതരം ക്ലോൺ. ഇവിടെ ആങ്ങളെ എന്തൂട്ടാ അവിടെ? ഒന്നുമില്ല മച്ചി, എന്തൊരു കഷ്ടം. ലൈനടിക്കാൻ പിന്നെ സമ്മതിക്കില്ല. നല്ലൊരു പയ്യനായിരുന്നു, എന്നിട്ടെന്താ പേരിട്ട് കളഞ്ഞു. നീ എന്താടി വലിയ കോടി ക്ലാസ് പറ്റിയിരിക്കുന്നത്? മഹാഗോഷ്ഠിയാ, വലിയ പരിഷ്കാരിയാന്ന വിചാരം. നിങ്ങൾ എന്തുട്ടാ 24 മണിക്കൂർ ഈ പത്രം എല്ലാം വായിച്ചിട്ടും ഒരറിവില്ലാത്തവരെ പോലെ സംസാരിക്കണത്? TV ഓണാക്കിയ ഇതേ കേൾക്കാനുള്ളൂ. എന്തുട്ടാ? ഓ, എന്തുട്ട് കുന്ത്രാണ്ടോ അത്? ഗ്ലോബൽ വാർമിംഗ് ആട്ടോ. ഈ സൂര്യനൊക്കെ ഇപ്പൊ അപ്പടി മലിനീകരണം അത്രേ. ഇനിയുള്ള കാലത്ത് ഈ വേഷമൊക്കെ കെട്ടിയേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ വയസ്സുകാലത്ത് കണ്ട വാരികയും ടിവിയും കണ്ടുകൊണ്ടിരിക്കാതെ രണ്ട് കൊന്ത ചെല്ലാൻ തോന്നിയിരുന്നെങ്കിൽ. ഇന്നത്തെ കാലത്തെ നിങ്ങൾ ഈ ഗാന്ധി തൊപ്പിയും വെച്ച് ഖാദി കൊടുത്ത് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വല്ല സായിപ്പന്മാർക്കും കാണും ഗാന്ധിയെ പറ്റിയൊക്കെ കേൾക്കാൻ താല്പര്യം. രണ്ടു വാക്ക് നേരെ ചൊവ്വ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, എന്നാലും മാതാമയുടെ ഗമയിലല്ലേ ഇരിപ്പ്. ഇതിന്റെ പരിഷ്കാരത്തിന് എന്നതാ പറയുന്നത്? വിവരദോഷം എന്നല്ലാതെ. എടി സരസു, നീ കേട്ടോ? പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നോക്ക് വിട്ടെന്ന്. എന്തുട്ടാ നിങ്ങൾ ഇങ്ങനെ വെപ്രാളം പിടിക്കണത്? പാകിസ്ഥാൻ ഇങ്ങോട്ട് എന്തോ വിട്ടുന്നാ. എടി, നീ ആറ്റബോംബൊന്നും കേട്ടിട്ടില്ലേ? അന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് ഇട്ടത് കൂടെ ഒരെണ്ണം. അയ്യോ, ബോംബോ? എന്റെ പൊന്നെ, നമ്മളിനി എന്ത് ചെയ്യും? നീ പേടിക്കണ്ടാണ്. ഇന്ത്യയിലേക്ക് വിട്ട സാധനം ചെന്ന് വീണത് എവിടെയാ? റഷ്യയില്. നിങ്ങളെന്തുട്ടാ ഈ ബോംബ് റഷ്യ ബോംബ് റഷ്യ നീ പറഞ്ഞോണ്ടിരിക്കണേ? ഇവിടെ ബോംബ് വീഴുവോന്ന് എനിക്ക് അറിഞ്ഞാ മതി. എടി, അത് അമേരിക്കക്കാര് റഷ്യക്കിട്ട് തട്ടാൻ വെച്ചിരുന്നതാ. കിട്ടിയ പാടെ അവന്മാർ ഇന്ത്യക്കിട്ട് ഒരു കാച്ച്. നമുക്കറിയാൻ മേലെ അവന്മാരുടെ ബുദ്ധി. നമ്മളും അവന്മാർക്കിട്ട് അത് കൂട്ടൊന്ന് വെച്ചു കൊടുക്കണ്ട. അതിന് സുരക്ഷാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാർക്ക് എപ്പോഴാ സമയം?
കെട്ടി? വല്യമ്മച്ചിയും വല്യപ്പച്ചനും പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിർത്തിയിലേക്ക് പോവുകയാണ്. അയ്യോ, ഈ കിടാങ്ങൾക്ക് ഇത് എന്തു പറ്റി? അതിർത്തിയൊക്കെ വലിയ അപകടമല്ലേ? ഈ വല്യമ്മച്ചിക്ക് ഒന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് അതിർത്തിയാണ് സുരക്ഷിതം. എടാ കേമാ, നിനക്കൊക്കെ എന്റെ ബുദ്ധി തന്നെയല്ലേ കിട്ടിയേക്കുന്നേ? എടാ ജാക്സ, നീ ഈ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിർത്തിയാണ് സേഫ്. അതിർത്തിയിലെങ്കിലും അല്പം രാജ്യസ്നേഹമുള്ളവരെ കാണുവാൻ പറ്റുമായിരിക്കും. മക്കളെ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വരട്ടെ കേട്ടോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. ഓ, സമാധാനം. ഇനി അതിർത്തിയിലുള്ളവര് കുറച്ച് സഹിക്കട്ടെ. അയ്യോ, പ്രേതം പ്രേതം! അതിയാനി അതിർത്തിയിലോട്ട് പറഞ്ഞു വിട്ട പുറകെ അടുത്ത പ്രേതം എത്തിയല്ലോ. കുഞ്ഞാടെ, ഇതിലെ ഒരു യക്ഷി പോകുന്നത് നീ കണ്ടുവോ? കണ്ടു. അയ്യോ, കണ്ടു. കുടുംബത്തെ കുത്തിയ കത്തനാരച്ച ദാ ഇതിലെ അങ്ങോട്ട് പോയി. വരൂ അമ്മച്ചി, നമുക്ക് ആ യക്ഷിയെ ഒരു പാലമരത്തിൽ തിരക്കാം.